ആദിവാസി ജനവിഭാഗത്തിന് നേരെ അക്രമവും അധിക്ഷേപവും തുടരുമ്പോൾ വിനോദസഞ്ചാരത്തിന്റെ മറവിൽ വയനാട്ടിലെ സ്വകാര്യ എക്കോ പാർക്കിൽ ആദിവാസികളെ പ്രദർശന വസ്തുവാക്കുന്നുവെന്ന പരാതി. മേപ്പാടി 900 കണ്ടി എക്കോ പാർക്കിലെ എൻ ഗോത്ര മ്യൂസിയത്തിലാണ് ആദിവാസികളെ സഞ്ചാരികൾക്ക് മുൻപിൽ ഫോട്ടോഷൂട്ടുകൾക്കായി പ്രദർശിപ്പിക്കുന്നതായി ആദിവാസി സംഘടനകൾ ആരോപിക്കുന്നത്. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും ആദിവാസി സംഘടനകൾ പരാതി നൽകി. വാർത്തയിലേക്ക്. മേപ്പാടി പഞ്ചായത്തിലെ 900 കണ്ടിയിലെ എക്കോ പാർക്കിലാണ് എൻ ഗോത്ര എന്ന പേരിൽ ആദിവാസി ജനവിഭാഗത്തെ സഞ്ചാരികൾക്ക് മുമ്പിൽ പ്രദർശന വസ്തുവാക്കുന്നത്. ട്രൈബൽ മ്യൂസിയം എന്ന പേരിൽ ആദിവാസികളെ അവരുടെ പരമ്പരാഗത വേഷമണിയിച്ച് ഫോട്ടോഷൂട്ട് നടത്തുന്നുവെന്നാണ് ആദിവാസി സംഘടനകളുടെ ആരോപണം. കഴിഞ്ഞ ദിവസം നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സഞ്ചാരികൾക്ക് മുമ്പിൽ ഇത്തരം പ്രദർശനങ്ങൾ നടന്നു. ടൂറിസത്തിന്റെ മറവിൽ ആദിവാസികളെ മ്യൂസിയത്തിലടച്ച് വിൽപ്പന ചരക്കാക്കുന്ന രീതി അനുവദിക്കില്ലെന്ന് പണിയ മഹാസഭാ നേതാവ് ബിജു കാക്കത്തോട് പറഞ്ഞു. പ്രത്യേകിച്ച് വയനാട് പോലുള്ള ഒരു ജില്ലയിൽ ആദിവാസികളെ മ്യൂസിയത്തിൽ അടച്ചുകൊണ്ട് ആദിവാസി വിഭാഗം എന്ന് പറയുന്നത് മ്യൂസിയത്തിൽ അടയ്ക്കപ്പെടേണ്ട ഒരു സമൂഹമാണ് എന്നുള്ള ഒരു ചിന്തയോടെ ടൂറിസത്തെ സമീപിക്കുന്ന ആളുകളാണ് വയനാട്ടിലുള്ള ഈ ടൂറിസത്തിൻ്റെ മെയിനായിട്ടുള്ള അതിൻ്റെ മുതലാളിമാരായിട്ടുള്ള ആളുകൾ. കാരണം ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ എന്നൂർ പോലെയുള്ള സംവിധാനങ്ങൾ, എന്നൂർ ഇവിടെ വന്നതിന് ശേഷം എന്നൂർ പോലെയുള്ള സംവിധാനങ്ങൾ ആദിവാസികളെ പ്രദർശിപ്പിക്കുന്ന ഒരു രീതി, അവരുടെ ഫുഡെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ കലാരൂപങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന ഒരു അവസ്ഥ. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത എൻ ഗോത്ര എന്ന പേരിൽ 900 കണ്ടിയിലുള്ള ഒരു എക്കോ പാർക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ എൻ ഗോത്ര എന്ന പേരിൽ ഒരു ടൂറിസം സംവിധാനം മുന്നോട്ട് വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ആദിവാസികളെ പൂർണ്ണമായിട്ടും എന്താ പറയുക, നമ്മൾ ഈ ചില്ലിട്ട ഒരു കൂടാരത്തിൽ അടച്ചുകൊണ്ട് ടിക്കറ്റ് കൊടുത്തുകൊണ്ട് ഇന്നതാണ് ആദിവാസി അല്ലെങ്കിൽ ഇതാണ് ആദിവാസി ടൂറിസം എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപാരം നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വയനാട്ടിലെ ടൂറിസം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ തന്നെ ആദിവാസി വിഭാഗങ്ങളുടെ സംസ്കാരവും അതോടൊപ്പം അവരെ പ്രദർശന വസ്തുവാക്കുന്നുവെന്ന പരാതിയും ഉയർന്നതോടെ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും മന്ത്രി OR കേളു പിന്മാറിയിരുന്നു. TC തിക് MLAയും വിട്ടുനിന്നു. അതേസമയം സ്വകാര്യ ടൂറിസം കേന്ദ്രത്തിന്റെ പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ പിന്തുണയുമുണ്ട്. തിരുവനന്തപുരം കനകക്കുന്നിൽ നടന്ന മേളയിൽ ആദിവാസികളെ പ്രദർശന വസ്തുവാക്കിയത് ഏറെ വിവാദമായിരുന്നു. സർക്കാർ നിയന്ത്രണത്തിൽ ലക്കിടിയിൽ എന്നൂർ എന്ന പേരിൽ ഗോത്ര പൈതൃക ഗ്രാമം പ്രവർത്തിക്കുമ്പോൾ സ്വകാര്യ ടൂറിസം ലോബികളെ സഹായിക്കാൻ ആദിവാസികളെ വിചിത്ര ജീവികളായി പൊതുസമൂഹത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്ന പദ്ധതിക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ പിന്തുണയുമുണ്ടെന്ന് ആദിവാസി സംഘടനകൾ ആരോപിക്കുന്നുണ്ട്. രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്, വയനാട്.